പ്രിയപ്പെട്ട ശ്രീവത്സൻ വേദിയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സദസ്യരെ, ശ്രീവത്സന്റെ ഈ മാതൃഭൂമി ആഴ്ചവെപ്പിൽ ഒരു ലേഖനമാണ്. ലേഖനവും കഥയും മാറി മാറി എഴുതുക അത് അത്ര എളുപ്പമല്ല. കാരണം ലേഖനത്തിൽ ഒരു ലോജിക്കാണ് വർക്ക് ചെയ്യുക, കഥയിൽ ലോജിക്കല്ല. ഒരു അസോസിയേഷനാണ്, പലതിനെയും ബന്ധിപ്പിക്കലാണ്. അപ്പോൾ ഈ ശ്രീവത്സന്റെ കഥയിലുള്ള ഒരു ബന്ധിപ്പിക്കൽ രീതി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ക്ലാസിക്കലും മോഡേണുമായിട്ടൊരു ബ്ലെൻഡിങ്, അത് വലിയ വിഷമം പിടിച്ചതും ഒക്കെയാണ് ആ ബ്ലെൻഡിങ്. അത് വളരെ വിദഗ്ധമായിട്ട് ശ്രീവത്സൻ, അത് വിദഗ്ധം എന്ന് പറഞ്ഞുകൂടാ, ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യും. ഇപ്പൊ ഇത് എല്ലാ നല്ല കൃതികളിലും ഈ ക്ലാസിക്കലും ആധുനികമായിട്ടുള്ള ബ്ലെൻഡിങ് ഉണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ ഖസാക്കിന്റെ, അതിപ്പോ ഒവിജന്റെ സ്ഥലം കൂടിയാണല്ലോ. ഖസാക്കില് രവിയും പത്മയും, ഈ രവിയും പത്മയും ദിവാകരനും നളിനിയുടെയും ഒരു പ്രതിധ്വനിയാണ്. അപ്പൊ നോക്കൂ, എത്ര ദൂരത്ത് നിന്ന് വരുന്നു നമ്മുടെ അനുഭവങ്ങൾ എന്ന് കാണിക്കുന്ന മട്ടിൽ ഇതുവരെ ഉണ്ടായ സാഹിത്യകൃതികളിൽ നിന്നൊക്കെ ഒരംശം ഈ ക്ലാസിക്കൽ എന്ന് പറഞ്ഞ സംഗതിയൂടെ വന്ന് ഇന്നത്തെ അനുഭവത്തെ സന്ധിക്കുന്നു. ഇങ്ങനെ പഴയതിനെയും പുതിയനെയും പിടിച്ചെടുക്കുക ഒരു കഥയിൽ എന്നുള്ളതാണ് ഒരു കഥാകൃത്തിന്റെയോ നോവലിസ്റ്റിന്റെയോ വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അത് സമർത്ഥമായിട്ട് ഈ പുസ്തകത്തിൽ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ലേഖനവും കഥയും ബ്ലെൻഡ് ചെയ്യുന്നു. അതുപോലെ പഴയ സംസ്കൃത ശ്ലോകങ്ങളും ആയ മേഘസന്ദേശവും ഇന്നത്തെ മെസ്സഞ്ചർ, ക്ലൗഡ് മെസ്സഞ്ചർ, നമുക്ക് ക്ലൗഡ് എന്നുള്ളതും മെസ്സഞ്ചർ എന്നുള്ളതും ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പദാവലികളാണ്. അപ്പൊ അതിനെ മേഘസന്ദേശം, ക്ലൗഡിനെ മേഘവുമായിട്ടും സന്ദേശത്തിനെ മെസ്സേജ് ആയിട്ടും ഒക്കെ ക്ലബ് ചെയ്യുന്ന അതിൻ്റെ ഒരു വിദഗ്ധമായുള്ള ഒരു ഉദാഹരണമാണ് ഈ ക്ലൗഡ് മെസ്സഞ്ചറിലുള്ള കഥ. അതിൻ്റെ ഏറ്റവും നല്ല മാതൃകയായിട്ട് അതിൽ ഒരു കഥാപാത്രം വരുന്നുണ്ട്, MP ശങ്കുണ്ണി നായർ. നിങ്ങൾക്ക് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, ഒരു മലയാള കഥയിൽ MP ശങ്കുണ്ണി നായർ എന്നൊരു പേര് പരാമർശിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു കഥയിൽ, ലേഖനത്തിലൊക്കെ വരും. അപ്പോൾ ഒരു കഥയിലേക്ക് MP ശങ്കുണ്ണി നായരെ ആനയിക്കണമെങ്കിൽ അതിലുള്ള ബുദ്ധിപരവും വൈകാരികവുമായിട്ടുള്ള പലതരം സന്നദ്ധതകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, പലതരം ഔന്മുഖ്യങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ MP ശങ്കുണ്ണി നായരുടെ പേര് പറയുന്നിടത്ത് വെച്ചിട്ടാണ് ശ്രീവത്സൻ ജനിക്കുന്നത്. അതാണ് ശ്രീവത്സന്റെ സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ കഥയിലേക്ക് MP ശങ്കുണ്ണി നായർ എത്ര സ്വാഭാവികമായി, എത്ര അനായാസമായി കടന്നു വരുന്നു, അത് ആ കഥാകൃത്തിന്റെ ഭാവുകത്വത്തെയും കഥയെയും ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തിന്റെ ചരിത്രത്തെയും ഒക്കെ അതിൽ സൂക്ഷ്മമായിട്ട് ഉൾക്കൊള്ളിക്കും. ഇതുപോലെ എക്ലറ്റിക് ആണ് MP ശങ്കുണ്ണി നായർ. ഈ അദ്ദേഹത്തിന്റെ പഠനത്തിൽ എല്ലാം കടന്നു വരും. ഇപ്പൊ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും, ഒരിക്കലും ഞങ്ങളോട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയാണ്, ഈ ബഷീറുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കഥയിലുള്ള അത്ര വയലൻസ് വേറെ എവിടെ ഇല്ല. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ചില വലിയ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതൊരു കാണാത്ത കാഴ്ചയാണ്. അതുപോലെ ഇരുട്ടിന്റെ ആത്മാവിനെ പറ്റി പലതിനും ഈ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ കാണുക. ഇതും ഈ ക്ലൗഡ് മെസ്സഞ്ചറും അങ്ങനെ അപ്രതീക്ഷിതമായ യോജിപ്പിക്കലുകളുടെ ഒരു കഥയാണ്. അത് അത് വായിച്ചാൽ അറിയാം, ഞാനത് പറയേണ്ടതില്ല, ഞാൻ അതിന് അവതാരിക എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലൗഡ് മെസ്സഞ്ചർ, അപ്പൊ അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, മേഘസന്ദേശം കാമത്തിന്റെ സന്ദേശമാണ്. ഈ യക്ഷൻ കാണുന്നത് മുഴുവൻ അയാളുടെ ഉള്ളിൽ ഉണ്ടായി വന്ന് പുറത്ത് ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു മേഘാണ്. അയാൾ പുറത്തല്ലത്, അയാളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇത് പക്ഷേ ഈ കഥ അവസാനിക്കുന്നത് ഈ ബാൽക്കണിയുടെ തൊട്ട് മുമ്പിൽ അയാളുടെ തന്നെ മരണത്തിന്റെ രൂപം എന്നോണം ഒരു വലിയ കൂരിരുളിന്റെ ഒരു വലിയ ആനയുടെ രൂപം, ഒരു പുഷ്കലാവർത്തകം എന്നാണ് പറയുക. അത് ഈ പ്രളയകാലത്ത് പെയ്യാൻ ആഞ്ഞു നിൽക്കുന്ന മേഘം പോലെ ഒരു മേഘം, കരിമേഘം
എന്താണ് CB ക്ലൗഡ് എന്നൊക്കെയാണ് ശാസ്ത്ര ഭാഷയിൽ പറയാം. അങ്ങനെ ഒരു മേഘം ഈ 40 നിലയുള്ള ഒരു വീട്, ഫ്ലാറ്റ് സമുച്ചയത്തിലെ 37ാമത്തെ നിലയിൽ ആണ് ഇയാൾ താമസം. അതിന്റെ മുകളിലേക്ക് നിലയില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ് ചെയ്യാനാവാത്ത ഒരു വിമാനത്തിൽ ഇരിക്കുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാഴ്ച, അത് ആ മേഘം വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഞെട്ടും. തന്റെ മരണത്തിനെയാണ് മുൻപിൽ കാണുന്നത്. അപ്പൊ മേഘ സന്ദേശത്തിൽ മേഘം കാമത്തിന്റെ രൂപമാണെങ്കിൽ ഇത് മരണത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് ഈ മേഘം വരാം. അങ്ങനെ അതിന് വേറൊരു പാഠം, മേഘസന്ദേശത്തിന് വേറൊരു പാഠം നൽകുക എന്ന് പറയുമ്പോൾ എന്താ? ആ പാഠം നൽകുന്നത് ഒരു ഏവിയേഷൻ അല്ല, എയർഫോഴ്സിലൊക്കെ വിങ് കമാൻഡറൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. അയാള് പിന്നെയാണ് ക്ലാസിക് വരുന്നത്. അയാള് സംസ്കൃത അധ്യാപകനായ അയാൾ ഏത് മാസ്റ്റർ മകനാണ്. അപ്പൊ അയാൾക്ക് ആലോചിക്കുമ്പോഴേക്കും സംസ്കൃത ശ്ലോകവും മേഘസന്ദേശവും വരും. അതൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ സംസ്കൃതത്തിന്റെ ആ പാരമ്പര്യത്തിനെ ഇങ്ങനെ എടുത്ത് ആധുനികമായ, ഏറ്റവും ആധുനികമായ ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കാലത്തിന്റെ ഒരു സംഗതിയായിട്ട് മാറ്റി നമ്മൾ വേറൊരു ദിക്കിൽ ഫ്ലോട്ട് ചെയ്ത് നിർത്തുക. അതാണ് അതിന്റെ കലാവിദ്യ. ഇത് എല്ലാ കഥകളെ പറ്റി ഇങ്ങനെ പറയാം. പക്ഷെ ഈ ഒരു വിദ്യ ഉണ്ടല്ലോ, ഈ ഏറ്റവും മോഡേൺ ആയതും ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ളതും ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത് കലയിൽ അത്ര എളുപ്പത്തിലുള്ള ഒരു കാര്യമല്ല. അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്രീവത്സന്റെ കഥകളുടെ ഒരു സവിശേഷതയായിട്ട്. എല്ലാ കഥയിലും ഉണ്ടെന്നല്ല, പക്ഷെ മികച്ച പല കഥകളിലും അത് സാധിച്ചിരിക്കുന്നു. പിന്നെ രണ്ടാമത്തേതായിട്ട് ഈ കഥയുടെയും ലേഖനത്തിന്റെയും ഒക്കെ ലോകത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിന്റെയും ആർട്ടിന്റെയും മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ളതായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു സൂക്ഷ്മത, എഴുത്തിനുള്ള സൂക്ഷ്മത, ഇതൊക്കെ ഇതിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 10 പുസ്തകം അദ്ദേഹം എഴുതി എന്ന് മറ്റേ അജയൻ സാർ പറഞ്ഞു. പക്ഷെ അതിനേക്കാളൊക്കെ അദ്ദേഹത്തിന് വലിയ നിരാശയാണ്. ആദ്യത്തെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ എന്നെ ഒന്നും ആരും പരിഗണിക്കുന്നില്ല, ഞാൻ എന്ത് അയച്ചു കൊടുത്താലും ഇങ്ങോട്ട് തിരിച്ചു വരിക ചെയ്യാം എന്നൊക്കെ പറയും. പരിഗണിക്കുന്നില്ല. പക്ഷെ അത് അങ്ങനെയൊന്നും അദ്ദേഹം കോട്ട് ചെയ്യുന്ന MP ശങ്കുണ്ണനാരെയാണ് അദ്ദേഹം മാതൃകയാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. കാരണം തന്നെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഒരു എഴുത്തുകാരന്റെ ആദ്യ വിചാരമാവേണ്ടത്. ഒരിക്കലുമല്ല, എഴുതുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. വായിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. വായിക്കാം, വായിക്കാതിരിക്കാം, വായിക്കപ്പെടാതിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ വായിക്കപ്പെടും. അങ്ങനെ ഇന്നുള്ള ഓഡിയൻസിനെ ഇപ്പൊ വായിക്കും അവർ നമ്മളെ, നിങ്ങൾ എഴുതി തരൂ ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസ് നിൽപ്പില്ല. ഈ മേഘസന്ദേശം എന്ന് എഴുതില്ല, എത്രയോ നൂറ്റാണ്ട് മുമ്പ് കാളിദാസൻ എഴുതാ, ഇന്നാണ് അത് ശ്രീവത്സൻ വായിക്കുന്നത്. അപ്പൊ ഈ നിത്യതയിലേക്കാണ് നമ്മൾ എഴുതുന്നത്. ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഈ ശബ്ദം മായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പോടുകൂടി, ആ ഒരു ഉറപ്പ് തനിക്ക് വേണം എന്നാണ് എനിക്ക് ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ശ്രീവത്സനോട് പറയാം. അത് ഇളകരുത്. ആളുകൾ സ്വീകരിക്കുവോ ആളുകൾ തിരസ്കരിക്കുവോ എന്ന് നോക്കിയിട്ട് ആവരുത് ഒരു എഴുത്തുകാരൻ എഴുതുന്നത്. തനിക്ക് എഴുതാനുള്ളത് കൊണ്ടാണ് എഴുതുന്നത്. ആ ഒരു ഉറപ്പ്, ആ കൺവിക്ഷൻ, ആ ദൃഢമായിട്ടുള്ള കൺവിക്ഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എഴുത്ത് നേരെയാവുള്ളൂ, എഴുത്ത് ശക്തമാവുള്ളൂ, എഴുത്ത് തുറന്നതാവുള്ളൂ. അപ്പൊ അത് ആണ് അതിന് ഒരു തിരുത്തായിട്ട് ഞാൻ പറയാം. അതിൽ വളരെ വിഷാദഭരിതമായിട്ട് ആമുഖാണ് അതിൽ ശ്രീവത്സൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്രയും വിഷാദമൊന്നും വേണ്ട, 10 പുസ്തകമേ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാ ആശംസകളും, ഈ നല്ല കഥയാണ് ഈ പുസ്തകത്തിൽ. അപ്പൊ ആ കഥകളെ എഴുതിയ ശ്രീവത്സന് എല്ലാതരം ആശംസകളും ഞാൻ നേരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം ധാരാളം ആളുകൾ വായിക്കട്ടെ. നിരാശമൊക്കെ ഉണ്ടാവും, ഒരു സംശയമില്ല. കാർഷിക മാർക്കസിന്റെ ആദ്യത്തെ പുസ്തകം അയച്ചു കൊടുത്തപ്പോൾ അതേ മട്ടിൽ അവിടെ നിന്ന് തിരിച്ചു വന്നു. ബ്യൂണസ് ഐറസിലേക്ക് അയച്ചു കൊടുത്തുള്ളൂ, അവിടെ അതേ മടക്കത്തെ പാലിന് ഇങ്ങോട്ട് വന്നു. അപ്പോ റിജക്ഷൻ എന്ന് പറയുന്നത് എഴുത്തിലും ഏത് പണിയിലും റിജക്ഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും ബെഗറെ നോക്കൂ, അയാൾ നിരസിക്കപ്പെടുന്നുള്ള ഒരാളും നിരസിക്കപ്പെടുന്നില്ല. ഒരു യാചകൻ നിരസിക്കപ്പെടുന്നിടത്തോളം ഒരാൾ നിരസിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയും, നിങ്ങൾ റിജക്ഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. റിജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. നമ്മൾ നിരസിക്കും, നിരസിക്കപ്പെടും, പക്ഷെ നമുക്കത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം.
അപ്പൊ അതൊരു ജീവിതത്തിന്റെ കൂടി പാഠമാണ്. അല്ലാതെ എല്ലായിടത്തും നമുക്ക് സ്വീകരണമായിട്ട് മാലയിട്ടിട്ട് ആളുകൾ സ്വീകരിക്കും എന്ന് ഒരിക്കലും കരുതരുത്. അത് എഴുത്തുകാരനും കരുതരുത്, മറ്റാരും കരുതരുത്, മാർക്കറ്റിംഗുകാരും കരുതരുത്. ഒരാളും അങ്ങനെ മാർക്കറ്റിംഗുകാരൊക്കെ അനുഭവിച്ച് എന്ത് മത്സരിച്ചിട്ടാണ് അവർ വരുന്നത്, അല്ലെ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു അതിഭീകരമായ മത്സര ലോകത്തിലെ ആർട്ടാണ്. അതിൽ ജയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതുപോലെ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യണമെന്നല്ല പറഞ്ഞു. പക്ഷെ ഈ എല്ലാ രീതിയിലും റിജക്ഷൻ എന്നുള്ളത് ജീവിതത്തിലെ ഒരു സത്യമാണ്. ആ സത്യത്തിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരാളുടെ വെല്ലുവിളി വിജയവും. അപ്പൊ അതുകൊണ്ട് റിജക്ഷൻ ഇനി ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പൊ ഒരു അവാർഡ് റിജക്ട് ചെയ്യപ്പെടും, നമുക്ക് കിട്ടിയില്ല എന്ന് കിട്ടണ്ട, കിട്ടിയാൽ കൊള്ളാം, കിട്ടിയില്ലെങ്കിൽ കൊള്ളാം. അത് ഇപ്പൊ KSRTC ബസ് നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് പോയി എന്ന് ഞാൻ വിചാരിക്കാം. കാശ് അവർക്ക് പോയി. അത് 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 അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയാൽ വളരെ സുഖമായിട്ട് നമുക്ക് എഴുതാം. അതുകൊണ്ട് ഇത് ഒരാള് വായിച്ചില്ല, ഒരാള് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അവർക്ക് പോയി. അങ്ങനെ ഒരു ഉറപ്പോടുകൂടി എഴുതാനുള്ള ഒരു ശക്തി ശ്രീവത്സനെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.